എൻ മൊഴി കേൾപ്പാൻ ഭൂവിൽ കാതില്ലെങ്കിലും, എൻ മൊഴി കേൾപ്പാൻ ഭൂവിൽ കാതില്ലെങ്കിലും, ചെമ്മയായി തുറന്ന് കാതുന്നുണ്ട് സ്വർഗ്ഗം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പകലിൽ മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നുവെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. സന്ദേശങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥന പിൻപിലുണ്ട്. ഇന്ന് പകൽക്കാലം നമുക്ക് അല്പസമയം ദൈവവചനം ചിന്തിക്കാം. എല്ലാവർക്കും യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് എഴുത്തുകളാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ തിരുവെഴുത്ത് എന്നാണ് പറയുന്നത്. അതായത് വിശുദ്ധ ബൈബിൾ, അത് തന്നെ ഒരു എഴുത്താണ്. പഴയ നിയമമെന്നും പുതിയ നിയമമെന്നും മനുഷ്യ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം തൻ്റെ ദാസന്മാരിലൂടെ എഴുതിയ എഴുത്തുകളാണ് വേദപുസ്തകത്തിൻ്റെ ഭാഗങ്ങൾ. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ അനേക എഴുത്തുകൾ, ഏകദേശം 66 പുസ്തകങ്ങൾ ഈ സത്യവേദ പുസ്തകത്തിലുണ്ട്. പഴയ നിയമത്തിൽ 39, പുതിയ നിയമത്തിൽ 27. അതിൽ അതിപ്രധാനപ്പെട്ട 2 എഴുത്തുകളെ കുറിച്ചാണ് ഇന്ന് നാം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഫിലമോൻ എഴുതിയ ലേഖനമാണ്. ഫിലമോൻ എഴുതിയ ലേഖനം ഞാനിവിടെ വായിക്കുന്നു. 17-18 വാക്യങ്ങൾ. ആകയാൽ നീ എന്നെ കൂട്ടാളി എന്ന് കരുതുന്നു എങ്കിൽ അവനെ എന്നെ പോലെ ചേർത്തുകൊള്ളുക. അവൻ നിന്നോട് വല്ലതും അന്യായം ചെയ്തിട്ടുണ്ടെങ്കിൽ, കടംപെട്ടിട്ടോ ഉണ്ടെങ്കിൽ അത് എൻ്റെ പേരിൽ കണക്കിട്ടുകൊള്ളുക. ദൈവത്തിന് സ്തോത്രം. പൗലോസ് ഫിലമോന് ലേഖനം എഴുതുക. താൻ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ഒരു വ്യക്തിയെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്നു. ആ വ്യക്തിയുടെ പേര് ഒനേസിമോസ് എന്നാണ്. ഒനേസിമോസിന് വേണ്ടി ഫിലമോന് പൗലോസ് കത്തെഴുതുകയാണ്. അവൻ വല്ല അന്യായം ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ പേരിൽ കടമിട്ടുകൊള്ളുക. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണമേ, തൻ്റെ പേരിൽ കണക്കാക്കണം. ഒരു ശുപാർശയാണ് ഫിലമോന്. എന്താണ്? ഫിലമോൻ്റെ ഭവനത്തിലായിരുന്ന ഒനേസിമോസ് ഇപ്പോൾ പൗലോസിൻ്റെ കൂടെ കാരാഗ്രഹത്തിലാണ്. ആ ഒനേസിമോസ് ഫിലമോനോടുള്ള ബന്ധത്തിൽ എന്തോ കുരുത്തക്കേട് ഒപ്പിച്ചിട്ട് കാരാഗ്രഹത്തിലായിരിക്കുകയാണ്. തിരിച്ച് ഒനേസിമോസിനെ സ്വീകരിച്ചു കൊള്ളണം. അതിന് പൗലോസ് കടംപെട്ടു കൊള്ളാമെന്നാണ് അവിടുത്തെ ഉദ്ധരണി. നിങ്ങൾ ശ്രദ്ധിക്കണം പ്രിയരെ, നമ്മെ തന്നെ ഒന്ന് ചിന്തിച്ച്, നാം ലോകപ്രകാരം ജീവിച്ച് പാപത്തിൻ്റെ അധീനതയിലായിരുന്നു. പാപത്തിന് ദാസന്മാരായി വിറ്റപ്പെട്ട ഒരു സമയമുണ്ടായിരുന്നു. എന്നാൽ ദൈവം നമ്മോട് കരുണ ചെയ്തു, കൃപ ചെയ്തു. നാം ദൈവഭാഗത്ത് വന്നു. നാം എല്ലാവരും, ദൈവമക്കളെല്ലാവരും അങ്ങനെയാണ്. ദൈവത്തിന് സ്തോത്രം. അതെന്തുകൊണ്ടാണ്? നമുക്ക് വേണ്ടി ഒരുവൻ കടക്കാരനായി, കർത്താവായ യേശു ക്രിസ്തു. ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയുടെ കൊലക്കളത്തിൽ നമുക്ക് വേണ്ടി മറുവിലയായി തീർന്നവൻ. അവൻ ഇപ്പോൾ എവിടെയാ? സ്വർഗത്തിൽ, പിതാവിൻ്റെ വലത്തുഭാഗത്ത്. റോമാലേഖനവും എബ്രായ ലേഖനവും അത് വളരെ വ്യക്തമായി പറയുന്നു. നമുക്ക് വേണ്ടി പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് പക്ഷപാതം ചെയ്ത് ദൈവപുത്രൻ പറയുകയാണ്, എന്നെ ഓർക്കണമേ. ദൈവപുത്രൻ പിതാവിനോട് പറയുകയാണ്, എന്നെ ഓർക്കണമേ. അവൻ വല്ലതും നിന്റെ അടുക്കൽ കൊള്ളരുതായ്മ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ ഓർക്കണമേ, എന്നെ ഓർക്കണമേ. നിങ്ങൾ ശ്രദ്ധിച്ച ക്രൂശിലെ സ്നേഹം അതാണ്. കാൽവരിയുടെ കൊലക്കളത്തിൽ യേശു കർത്താവ് 2 കള്ളന്മാരുടെ നടുവിൽ കിടക്കുമ്പോൾ പിതാവിനോട് പറയുകയാണ്, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിച്ച് എന്നെ ഓർക്കണമേ. പൗലോസ് ഒനേസിമോസിന് വേണ്ടി ഫിലമോനോട് ശുപാർശ ചെയ്യുന്നത് പോലെ കർത്താവായ യേശു ക്രിസ്തു പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുകയാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പാപികളായിരുന്ന
ദ്വേഷികളായിരുന്ന, അന്യരായിരുന്ന, പരദേശികളായിരുന്ന, അതേ നരകത്തിന് അടിമയായിരുന്ന, പാപത്തിന് അടിമയായിരുന്ന, പിശാചിന്റെ ഏജന്റുമാരായിരുന്ന നമ്മെ, എന്നെയും നിങ്ങളെയും കാൽവറി ക്രൂശിലെ രക്തം കൊടുത്ത് പിതാവിൻ്റെ സന്നിധിയിൽ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് ഇന്നും നമുക്ക് വേണ്ടി നമ്മോട് ക്ഷമിക്കണമേ, നമ്മുടെ അറിവില്ലായ്മയാണ്, നമ്മുടേതായ ബലഹീനതയാണെന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിൽ ഒരുവനുണ്ട്, കർത്താവായ യേശു ക്രിസ്തു. അവൻ പക്ഷപാതം ചെയ്യുകയാണ്. അവൻ പിതാവിനോട് പറയുകയാണ്, അതേ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നവൻ, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവൻ അവൻ ഇന്ന് പകൽക്കാലം ഉള്ളത് കൊണ്ടാണ് നാം ആരോഗ്യത്തോടും കൃപയോടും വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നത്. ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, നീ ആരോഗ്യത്തോടെ ഇരിപ്പാൻ കാരണം എന്താണെന്നറിയാവോ? നീ സൗഖ്യത്തോടെ ഇരിപ്പാൻ കാരണം എന്താണെന്നറിയാവോ? നീ ചെയ്യുന്ന കാര്യങ്ങൾ നടക്കാൻ എന്താ കാര്യം എന്നറിയാവോ? നീ പോരാട്ടത്തിലൂടെയും പ്രതിസന്ധിയിലൂടെയും കടന്നു പോകുമ്പോൾ രക്ഷയുടെ കൃപയുടെ ബലത്തിൽ നിൽക്കുന്നതിൻ്റെ കാരണം എന്തെന്നറിയാമോ? ഇന്ന് പകൽക്കാലം വ്യക്തമായി പറയാം, എൻ്റെയും നിങ്ങളുടെയും മിടുക്കല്ല, പിന്നെയോ ഒരുവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു, ഒരുവൻ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നു, ഒരുവൻ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ അഡ്വക്കേറ്റായിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ്. മറന്നു പോകരുത്. രാപ്പകൽ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്തുകൊണ്ട് അഡ്വക്കേറ്റായി പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ആ തിരുസന്നിധിയിൽ നമുക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഞാനും നിങ്ങളും ആരോഗ്യത്തോടെ ആയിരിക്കുന്നത്, ഞാനും നിങ്ങളും കൃപയിലായിരിക്കുന്നത്, ഞാനും നിങ്ങളും വിശ്വാസത്തിലായിരിക്കുന്നത്. ഹല്ലേലൂയ. ഒരു പാട്ടുകാരൻ പറയുന്നില്ല, നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. പാടുന്നില്ലേ? ആരാ? യേശു നമ്മെ പിതാവിൻ്റെ മുമ്പിൽ പക്ഷപാതക്കാരനായി ശുപാർശക്കത്തുമായി നിൽക്കുന്നത് കൊണ്ടാണ് നാം ആരോഗ്യത്തോടെ കൂടെ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത്തത് ഒരു ശുപാർശക്കത്താണ്. രണ്ടാമത്തത് എന്താണ്? നമുക്ക് ശ്രദ്ധിക്കാം. ശമൂവേലിന്റെ പുസ്തകം, 2 ശമൂവേലിന്റെ പുസ്തകത്തിൽ വളരെ വ്യക്തമായി ഒരു മരണക്കത്തുമായിട്ട് ഒരുത്തൻ നിൽക്കുകയാണ്. 2 ശമൂവേൽ 11 അധ്യായം അതിൻ്റെ 14 വാക്യത്തിൽ ഒരു മരണക്കത്ത് നമുക്ക് കാണാനായിട്ട് കഴിയും. 11 അധ്യായം അതിൻ്റെ 14 വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച് 14-15 വാക്യങ്ങൾ. രാവിലെ ദാവീദ് യോവാബിന് ഒരു എഴുത്തെഴുതി ഊരിയാവിൻ്റെ കയ്യിൽ കൊടുത്തയച്ചു. എഴുത്തിൽ പട കഠിനമായിരിക്കുന്നിടത്ത് ഊരിയാവെ മുന്നണിയിൽ നിർത്തി അവൻ വെട്ടുകൊണ്ട് മരിക്കത്തക്കവണ്ണം അവനെ വിട്ട് പിന്മാറുവീൻ എന്ന് എഴുതിയിരുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചേ പ്രിയരെ, സ്വന്തം മരണക്കത്തുമായിട്ടാണ് ഊരിയാവ് യുദ്ധക്കളത്തിലേക്ക് പോകുന്നത്. എഴുതിയത് ദാവീദ്, കൊടുത്തത് ഊരിയാവിന്, കൊടുക്കേണ്ടത് യോവാബിന്. ഇതിൻ്റെ സന്ദർഭം വളരെ രസകരമാണ്. ഞാനതിവിടെ വിവരിക്കുന്നില്ല. ഊരിയാവിനെ കൊല്ലുവാൻ, ചതിച്ചു കൊല്ലുവാൻ വേണ്ടി ദാവീദ് യോവാബിനെ അയച്ച് ഊരിയാവിൻ്റെ തന്നെ കൈവശം കൊടുത്ത എഴുത്താണ് ഈ എഴുത്ത്. ഇതൊരു മരണക്കത്താണ്, ഇതൊരു മരണദൂതാണ്. ഞാൻ പറഞ്ഞാൽ ഇതൊരു മരണ വാറണ്ട. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളെയും എന്നെയും യേശു രക്ഷിച്ചു, പാപത്തിൻ്റെ അന്ധകാരത്തിൽ നിന്ന് വിടുവിച്ചു. ഇപ്പോൾ ഞാനും നിങ്ങളും യേശുവിൻ്റെ സാക്ഷികളാണ്. ഞാനൊരു ചെറിയ ഉപദേശിയാണ്. എൻ്റെ പണി ഉപദേശിപ്പണിയാണ്. ദൈവത്തിന് സ്തോത്രം. എല്ലാ മനുഷ്യരോടും മാനസാന്തരപ്പെടുക, യേശുവിൽ വിശ്വസിക്കുക, കർത്താവിൻ്റെ വരവിനായി ജീവിക്കുക. ഇതാണ് എൻ്റെ പ്രബോധനം. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ പ്രിയരെ? എല്ലാവരും യേശുവിനായി ജീവിക്കണമെങ്കിൽ യേശുവിൽ മരിക്കണം. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ആത്മാവിൽ വീണ്ടും ജനിച്ച്
യേശു ക്രിസ്തുവിൽ ഈ ലോകത്തിൻ്റെ സകല ആഗ്രഹങ്ങളും മരിച്ചാൽ മാത്രമാണ് യേശുവിൽ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ പറയുന്ന അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? സുവിശേഷം എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവാണ്. അത് ലോകത്തോട് വിളിച്ചു പറയുകയാണ്. എന്ന് വെച്ചാൽ അത് ഈ ലോകത്തിലെ ഒരു ഉദ്യോഗം പോലെയല്ല, ഈ ലോകക്കാരെ പോലെയുള്ള ഒരു ജോലിയല്ല, ഈ ലോകക്കാർ ജീവിക്കുന്നത് പോലെയുള്ള ഒരു ജീവിതമല്ല. അതിനകത്ത് വ്യക്തമായ വേർപാടുണ്ട്, അതിനകത്ത് വ്യക്തമായ സമർപ്പണമുണ്ട്, അതിനകത്ത് വ്യക്തമായ വിശുദ്ധ ജീവിതമുണ്ട്. അപ്പോൾ വേർപാടുണ്ട്, സമർപ്പണമുണ്ട്, വിശുദ്ധ ജീവിതമുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ആയുർവേദത്തിൽ മരുന്ന് ഉപയോഗിക്കുന്നവന് പ്രത്യേകമായ വേർപാടുണ്ട് ഉള്ളതുപോലെയാണ്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? എല്ലാവരും ജീവിക്കുന്നത് പോലെ ഒരു ദൈവദാസന്, ഒരു ഉപദേശിക്ക് ജീവിക്കാൻ പറ്റത്തില്ല, ഒരു സുവിശേഷകന് പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ സുവിശേഷകൻ തൻ്റെ ആഗ്രഹങ്ങൾ മരിക്കണം. യേശു പറയുന്നുണ്ട്, ചെന്നായ്ക്കളുടെ ഇടയിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞാൽ ചെന്നായി കടിച്ചു കീറുന്നതാണ്, ചെന്നായി കൊല്ലാൻ വരുന്നതാണ്. ചെന്നായ്ക്കളുടെ ഇടയിൽ ഒരു ആട് ചെന്നാൽ നിശ്ചയമായും അത് മരിക്കും. ഇതുപോലെയാണ് സുവിശേഷകൻ ലോകത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവന് മരണമാണ്. അവൻ പോർക്കളത്തിലാണ്, അവൻ യുദ്ധക്കളത്തിലാണ്, അവൻ പോരാടിക്കൊണ്ടിരിക്കുകയാണ്, അവൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്ത നിലയിൽ, വ്യത്യസ്ത നിലവാരത്തിൽ. പൗലോസ് പറയുന്നില്ലേ, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോട്, അധികാരങ്ങളോട്, അന്ധകാരത്തിന്റെ ലോകാധിപതികളോട്, സ്വർലോക ദുഷ്ടാത്മ സേനകളോടത്രേ പോരാട്ടം. അപ്പോൾ ഒരു സുവിശേഷകൻ, ഒരു ദൈവ പൈതൽ, ഒരു ദൈവദാസൻ, ഒരു പ്രവാചകൻ, ഒരു അപ്പസ്വലൻ ഒരു പോർക്കളത്തിലാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? മരണക്കളത്തിലാണ്. എപ്പ വേണമെങ്കിലും മരിച്ചു വീഴാം. അനുഗ്രഹമാണ്, വിടുതലാണ്, സൗഖ്യമാണ്, രോഗശാന്തിയാണ്. ഇപ്പൊ വഴി തുറക്കും, നിന്നെ മാനിക്കും. അതെല്ലാം ഇതിനകത്തുള്ളപ്പോൾ തന്നെ ഒരു കാര്യം ഇന്ന് പകൽക്കാലം ദൂതായി പറയട്ടെ. സുവിശേഷകൻ, ഒരു ദൈവത്തിന്റെ ദാസൻ, ഒരു ദൈവത്തിന്റെ പൈതൽ സുവിശേഷ വേലയാണോ, യേശുവിന് വേണ്ടിയാണോ, അവൻ തന്നിൽ തന്നെ മരിച്ചിരിക്കും. തൻ്റെ ആഗ്രഹങ്ങൾ മരിപ്പിച്ചിരിക്കും, മരിച്ചിരിക്കും. എങ്കിൽ മാത്രമേ സുവിശേഷത്തിന്റെ ജ്വാല, സുവിശേഷത്തിന്റെ ജീവൻ, യേശുവിന്റെ ജീവൻ നമ്മളിൽ വ്യാപരിക്കുകയുള്ളൂ. ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ലോകത്തിൽ മരിച്ചാൽ, ജഡത്തിൽ മരിച്ചാലാണ് സുവിശേഷം ജീവിക്കുന്നത്. അത് മനസ്സിലാക്കിയിട്ടുണ്ടോ? അങ്ങനെ ഒരു മരണ വാറണ്ടാണ്, ഒരു മരണക്കത്താണ് സുവിശേഷം. കേൾക്കുന്നവർക്കല്ല, പ്രചരിപ്പിക്കുന്നവർക്ക്. അതിൻ്റെ വ്യക്താക്കൾ മരിക്കുകയാണ്. അത് പ്രാർത്ഥനയിലായിരിക്കാം, അത് ഉപവാസത്തിലായിരിക്കാം, അത് വിശുദ്ധ ജീവിതത്തിലായിരിക്കാം. സുവിശേഷ വേല ഒരു മരണവേലയാണ്, അതൊരു കണ്ണുനീരിൻ്റെ വേലയാണ്. അതിനകത്ത്, ആ കണ്ണുനീരിൻ്റെ അകത്ത് സന്തോഷമുണ്ട്, ആ കഷ്ടത്തിനകത്ത് സന്തോഷമുണ്ട്, അതിനകത്ത് ഒരു ജീവനുണ്ട്, അതിനകത്ത് ഒരു നിത്യജീവനുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരേ, ഒരു പക്ഷേ സുവിശേഷ നിമിത്തം, വിശ്വാസ ജീവിത നിമിത്തം നീ കഷ്ടത്തിലായിരിക്കാം, സന്തോഷിക്കണം. വേദനയിലായിരിക്കാം, സന്തോഷിക്കണം. കണ്ണുനീരിൻ്റെ ആഴത്തിലായിരിക്കാം, സന്തോഷിക്കണം. കാരണം അതിനകത്ത് നിനക്കൊരു ജീവനുണ്ട്, ഒരു നിത്യജീവനുണ്ട്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുകയാണ്. എന്താണ് ഈ കത്ത്? മരണക്കത്ത്, മരണ വാറണ്ട്, മരണക്കത്ത്. ഈ മരണക്കത്തുമായി സുവിശേഷ രണാങ്കണത്തിലേക്ക്, സുവിശേഷ പോർക്കളത്തിലേക്ക്, സുവിശേഷ യുദ്ധക്കളത്തിലേക്ക്, യേശുവിനായി ആത്മാക്കളെ നേടുവാനായി, നിത്യതയ്ക്കായി നമുക്ക് ഒരുങ്ങാം, നമുക്ക് പോരാടാം, നമുക്ക് ഈ കത്തുമായി പോർക്കളത്തിലേക്ക് പോകാം. കർത്താവ് നമ്മെ അതിനായി സഹായിക്കട്ടെ.
അതിനായി നമ്മെ ശക്തീകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഗാഡ് ബ്ലസ് യു. കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ ഏഴെയും ഓർക്കുക. കർത്താവ് സഹായിക്കട്ടെ.